നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്ലോക്കിലെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇ പേയ്മെന്റ് ആണ്. ഇ പേയ്മെന്റ് നോക്കാട്ടോ. നമുക്ക് അറിയാം, നമ്മളൊക്കെ ചെയ്യുന്നതാണ് നേരിട്ടിട്ട് അല്ലാതെ, ഫിസിക്കലി അല്ലാതെ ഓൺലൈൻ മീഡിയ വഴി നമ്മൾ പേയ്മെന്റുകൾ ചെയ്യുന്നതിനെയാണ് ആ ഒരു സിസ്റ്റം ആണ് ഇ പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് തന്നെ അവർ പറയണത് ഓവർവ്യൂ ഓഫ് പേയ്മെന്റ് സിസ്റ്റം, അതായത് നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റുകൾ ചെയ്യുന്നത്, ക്യാഷ് അല്ലാതെ ഓൺലൈൻ മീഡിയ വഴി നമ്മൾ പേയ്മെന്റുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയണത്. നോക്കാട്ടോ. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോണത് എന്താണ് ഇ പേയ്മെന്റ്. അതായത് ഇപ്പൊ നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ വെച്ചിട്ട് അല്ലെങ്കിൽ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെന്റ് കൊടുക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പേയിങ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ദ ഇന്റർനെറ്റ് ഓർ ത്രൂ ഗേറ്റ് വേ ടു പേ എമൗണ്ട്. ഒന്നില്ലെങ്കിൽ അവരുടെ ആ കമ്പനിയുടെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിനെ ഓൺലൈൻ പേയ്മെന്റ് വിളിക്കുന്ന പേരാണ് ഇ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ പേയ്മെന്റ് മെയ്ഡ് ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ യൂസിങ് ഇലക്ട്രോണിക് മെത്തേഡ് ആൻഡ് ഫോർഗോയിങ് ദ ഡയറക്റ്റ് ഇന്റർവെൻഷൻ ഓഫ് ബാങ്ക് എംപ്ലോയി. അതായത് നമ്മൾ സത്യത്തിൽ ബാങ്കിൽ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളിന് പകരം ബാങ്കുകൾ തമ്മിൽ, ഇപ്പൊ ഞാനൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ചിലപ്പോൾ ആ ബാങ്കിന്റെ കാനറ ബാങ്ക് ആയിരിക്കും. അപ്പൊ ഇവര് തമ്മിലാണ് ട്രാൻസാക്ഷൻ നടത്തുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഇ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, modern payment systems use cash substitute as compared to traditional payment system. It include debit card, credit card, electronic fund transfer, direct credit, direct debit, internet banking, e-wallet, virtual currency using blockchain and e-commerce payment system. അതായത് ഇപ്പൊ നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡോ മറ്റുള്ള ക്യാഷ് അല്ലാതെ നമ്മൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ഈ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്തിരുന്ന പേയ്മെന്റും ഈ പേയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അറിയണത് തന്നെയാണ്. ഒന്ന്, യൂസേജ്. ട്രഡീഷണൽ ആണെങ്കിൽ നമ്മൾ സാധാരണ ട്രഡീഷണൽ മീഡിയ വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ പേയ്മെന്റ് ആണെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ ഈ എന്താ പറയുക, ട്രഡീഷണൽ പേയ്മെന്റ് ആണെങ്കിൽ ക്യാഷ് സർക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് നമ്മൾ ക്യാഷ് അവർക്ക് കൊടുക്കുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡിജിറ്റൽ സർക്കുലേഷൻ ആണ്. കാരണം നമ്മൾ കാണുന്നില്ല അല്ലെ അവരെ, നമ്മൾ ഓൺലൈൻ വഴിയാണ് അല്ലെ പേയ്മെന്റ് ചെയ്യുന്നത്. അതാണ് ഈ പേയ്മെന്റ്. ഇനി നമ്മളിപ്പോ ട്രഡീഷണൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പാർട്ടിയെ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഓൺലൈൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് വഴി നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു. ഇനി ഇന്റർവെൻഷൻ, അതായത് നമ്മൾ ഇപ്പൊ ഫിസിക്കൽ മോഡ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ മനുഷ്യരുണ്ടല്ലേ, ഹ്യൂമൻ ബീങ്സ് ഉണ്ടല്ലേ, നമ്മളുണ്ട് ഇടയിൽ ഉണ്ടാവും. ദെൻ ടെക്നോളജി ആകുമ്പോൾ അവിടെ എല്ലാം നമ്മൾ ടെക്നോളജി വഴി തന്നെയാണ് കാര്യങ്ങൾ ട്രാൻസ്ഫർ നടത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പേയ്മെന്റ് ഗേറ്റ് വേ. എന്താണ് പേയ്മെന്റ് ഗേറ്റ് വേ നോക്കാം. ഇറ്റ്സ് എൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ that conduct payment authorization for merchants, electronically based business, merchant with mutually brick and mortar location and online location, and merchant with long established brick and mortar store. അതായത് നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് അത് ആ കമ്പനിയുടെ എന്താ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തണം അല്ലെ. അപ്പൊ ആ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയേറ്ററിൽ മിഡിൽമാനെയാണ് നമ്മൾ ഈ പറയുന്ന പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ദീസ് ആർ മിഡിൽമെൻ ഹാൻഡ്ലിംഗ് ബിസിനസ് ബിറ്റ്വീൻ മർച്ചന്റ് ആൻഡ് കസ്റ്റമർ, സെർവിംഗ് in a position that steadily withdraws the fund for a transaction from customer and deposit them into merchant bank account. അതായത് നോക്കിയേ, ഇപ്പൊ നമ്മളിപ്പോ ട്രാൻസാക്ഷൻ ഓൺലൈനായിട്ട് നടത്തി, ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം അല്ലെ, എന്നാലാണ് നമ്മളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുള്ളൂ. അപ്പൊ ആ പേയ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഗേറ്റ് വേ, ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഈ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയാം. അതായത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ QR കോഡ് സ്കാൻ ചെയ്യലോ ആ പേയ്മെന്റ് കൊടുക്കാനുള്ള വിൻഡോ ഓപ്പൺ ആവും. അപ്പൊ അതിനെയാണ് നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. Payment gateway is a digital version of a physical point of sale terminal located in approximately all of today's retail outlet. ഇന്ന് ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും എന്തുണ്ട്, ഈ പറയുന്ന നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ പേയ്മെന്റ് ഗേറ്റ്വേസ് ഉണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ പോയിന്റ് ഓഫ് സെയിൽ ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് ഗേറ്റ് വേ എന്ന് പറയുന്നത്. പേയ്മെന്റ് ഗേറ്റ്വേസ് ആർ ദ കൺസ്യൂമർ
Payment gateways are the consumer facing interfaces which are used to collect പേയ്മെന്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ്. നമ്മുടെ കസ്റ്റമറും മർച്ചന്റും തമ്മിലൊരു ഇന്റർഫേസ് ആണ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നോളജി ദാറ്റ് ക്യാപ്ചർ ആൻഡ് ട്രാൻസ്ഫർ പേയ്മെന്റ് ഡാറ്റ ഫ്രം ദ കസ്റ്റമർ ടു ദ acquirer. It is used not only by merchant to recognize debit or credit card purchases from customers. The term include not only the physical card reading devices found in brick and mortar retail store, but also the payment processing portal found in online store. അതായത് നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡ് ആയാലും നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴായാലും ഈ പറയുന്ന ഓൺലൈൻ രീതി തന്നെയാണ് പേയ്മെന്റ് പോണത്. അപ്പൊ അങ്ങനെയുള്ള ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. Then gateways are a link between the merchant website and a payment provider or banking network. ഞാൻ പറഞ്ഞു എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്, ഞാൻ വാങ്ങുന്ന ആ മർച്ചന്റിൻ്റെത് കാനറ ബാങ്ക് ആണ്. അപ്പൊ ഞങ്ങളുടെ രണ്ട് ബാങ്ക് തമ്മിലുള്ള ലിങ്കും എന്തിലുണ്ട്, ഈ പറയുന്ന, അതായത് ഞാൻ ഇപ്പൊ സ്വൈപ്പ് ചെയ്തിട്ട് എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ പൈസ ഇങ്ങോട്ട് പോകണം, കാനറയിലേക്ക് പോകണം. അപ്പൊ ആ ഒരു മീഡിയനെ നമ്മൾ എന്ന് പറയാം, ഈ പറയുന്ന ആ ഒരു മൊത്തത്തിന് നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേ എന്നാണ്. ആ ഓപ്പൺ ആവുന്നതിനെയാണ് പേയ്മെന്റ് ഗേറ്റ്വേ. ട്രാൻസാക്ഷൻ നമുക്ക് വിളിക്കാം പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയണത് പ്രോസസ് ഓഫ് പേയ്മെന്റ് ഗേറ്റ്വേ എങ്ങനെയാണ് നടക്കണേന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നോക്കാം, ഈ പേയ്മെന്റ് ഗേറ്റ്വേയില് മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് മെർച്ചന്റ്, അയാളാണല്ലോ നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. ദെൻ കസ്റ്റമർ, നമ്മൾ വാങ്ങുന്ന ആൾക്കാരാണല്ലോ. അക്വയറർ, ഇഷ്യൂയിങ് ബാങ്ക്, അതായത് കസ്റ്റമർ അയാളുടെ ബാങ്കിൽ നിന്നാണ് അല്ലെ ഫണ്ട് ഇഷ്യൂ ചെയ്യുക. എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുക. ദെൻ അക്വയറർ, അതായത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മള് ഈ പറയുന്ന ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് രണ്ട് ബാങ്ക് ആയിരിക്കും. അപ്പൊ ചിലപ്പോ ചില കമ്പനികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊരു എക്വയറർ ബാങ്കിനെ അല്ലെങ്കിൽ വേറൊരു ടീമിനെ ചിലപ്പോൾ അത് ഏൽപ്പിക്കും. അവരായിരിക്കും എന്ത് ചെയ്യുക, മർച്ചന്റ് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിനിപ്പോ സാധാരണ ഇപ്പോ നമുക്ക് വലിയ വലിയ കമ്പനികളാണെങ്കിൽ അതിൻ്റെ ഇതുണ്ട്, ഏജൻസി, ഇപ്പോ എന്താ പറയാ, കുറെ ഓരോ എക്വയറർ ബാങ്കുകളുണ്ട്. ഇവരാണ് കളക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് മർച്ചന്റ് ബാങ്കിലേക്ക് എത്തിക്കുക. അപ്പൊ അതിന് മന്ത്ലി ഒരുപാട് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ മന്ത്ലി ഒരു സ്വൈപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതായത് മർച്ചന്റ് ഈ പറയുന്ന എക്വയറർ ബാങ്കിന് സ്വൈപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അവർ കൊടുക്കുന്ന സർവീസിന് ഉള്ള പേയ്മെന്റ് ആണ്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ല. അപ്പൊ അതാണ് ഈ പറയുന്ന പേയ്മെന്റ് ഗേറ്റ്വേയിലെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മർച്ചന്റ്, ഞാൻ പറഞ്ഞു ആ ആരാണോ ബിസിനസ് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ആള്, അവര്. ദെൻ കസ്റ്റമർ, ആ സർവീസ് വാങ്ങുന്ന ആള്, മീൻസ് കസ്റ്റമർ, ഇപ്പൊ അവര് സർവീസ് യൂസ് ചെയ്യുന്ന ആള്. ദെൻ പിന്നെ ഇഷ്യൂയിങ് ബാങ്ക്, അതായത് കസ്റ്റമറുടെ ബാങ്ക്. Then acquirer. This also acknowledged as the acquiring bank. The acquirer is the financial institution that maintain merchant bank account. മനസ്സിലായില്ലേ? അപ്പൊ മെർച്ചന്റ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആണ് acquirer എന്ന് പറയുന്നത്. The acquiring bank passes the merchant transaction to the issuing bank to obtain payment. നമ്മൾ ഈ സ്വൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കൊടുക്കും, അങ്ങനെ പേയ്മെന്റ് ട്രാൻസ്ഫർ ആവും. അപ്പൊ ഇങ്ങനെ 4 പ്ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ പേയ്മെന്റ് ഗേറ്റ്വേയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെക്യൂറിങ് ഇൻഫർമേഷൻ ത്രൂ പേയ്മെന്റ് ഗേറ്റ്വേ. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സെക്യൂർ ആവണം അല്ലേ? അപ്പൊ അതില് പറയുന്ന ഒന്നാമത്തെ പോയിന്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്ന് പറയുന്നത് ദ എൻറ്റയർ ട്രാൻസാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ HTTPS വെബ് അഡ്രസ്. അതായത് HTTP അതിൽ S മീൻസ് സെക്യൂർ ആണ്. സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്, കാരണം ചീറ്റിംഗ് വരാനായിട്ട് പാടില്ല. As a consequence of the hash function, the system often uses signed request from the merchant to authenticate the appeal of the transaction. The signed request is a secret word which merely the merchant and the payment gateway know. അതായത് ആ ട്രാൻസാക്ഷൻ നടക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ആ ഒരു മർച്ചന്റ് അതിന്റെ ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട്. To secure the payment page result of the process, the IP of the requesting server is verified to perceive any malicious activity. അപ്പൊ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ IP പ്രോട്ടോകോള് അതിന്റെ ആ സെർവറിന്റെ റിക്വസ്റ്റ് ഓക്കെ ആണോ നോക്കുന്നുണ്ട്. Virtual player authentication is something that the acquirer, issuer and the payment gateway back to secure the process. VPA implemented under the 3D secure protocol add as additional layer of security and help the online buyers and sellers to authenticate. അതായത് ഇപ്പൊ നമ്മൾ കസ്റ്റമർ പേയ്മെന്റ് നടത്തുമ്പോൾ അത് ആരുടെ ബാങ്കിലേക്ക് തന്നെ എത്തണം, ഇഷ്യൂവറുടെ ബാങ്കിലേക്ക് തന്നെ
അല്ല എത്തണം അല്ലേ, അതായത് മർച്ചന്റ് ബാങ്കിലേക്ക് തന്നെ എത്തണം. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ആ സെക്യൂരിറ്റി പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നമുക്ക് നോക്കാം എക്സാമ്പിൾ ഓഫ് ദ പേയ്മെന്റ് ഗേറ്റ്വേ. A few example of payment gateways are given below. CC CC Avenue Mobile SDK. SDK എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ആണ് SDK എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ഓൺലൈൻ പേയ്മെന്റ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആണ്. സ്മൂത്ത് ഈസി ഇന്റഗ്രേഷൻ പേയ്മെന്റ് ഡയറക്ട്ലി ഇൻ ടു യുവർ iOS. iOS എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ ആപ്പിൾ ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ദെൻ ആൻഡ്രോയിഡ് ഓർ വിൻഡോസ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഫാസ്റ്റർ പേയ്മെന്റ് പ്രോസസ്സിംഗ്, ഫ്യൂവർ ക്ലിക്ക് ആൻഡ് ഇന്റലിജന്റ് റീപേ ഫീച്ചർ ഹെൽപ്പ് ഇൻ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവിംഗ് ട്രാൻസാക്ഷൻ സക്സസ് റേറ്റ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ സേഫ് ആയിട്ട് നടത്തണമെങ്കിൽ ഇത്തരം സോഫ്റ്റ്വെയർസ് ആവശ്യമുണ്ട്. Large bank such as Bank of America and JP Morgan have sophisticated payment gateway system that they offer to customers along with their own merchant acquiring bank services. വലിയ വലിയ കമ്പനികൾ തന്നെ എന്ത് ചെയ്യും, അവരുടെ തന്നെ അക്വയറിംഗ് ബാങ്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കും. സ്നാപ്ഡീൽ ഓൺ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഫ്രീ ചാർജ് ഹാസ് partnered with a payment gateway CC Avenue to strengthen its offline offering. അതായത് ഇപ്പോ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഈ പറയുന്ന ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് പേയ്മെന്റ് ഗേറ്റ്വേ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് യൂസ്ഡ് CC Avenue ആൻഡ് പേ യു ബട്ട് നൗ ഇറ്റ്സ് യൂസിങ് പാസിപ്പി. അത് ഓരോരുത്തർ ഓരോ സോഫ്റ്റ്വെയർസും ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് ആയാലും അതുപോലെ തന്നെ ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതായാലും സ്മൂത്ത് ആയിട്ട് ഒന്നും കൂടെ ഇഫക്റ്റീവ് ആയിട്ട് പോകാനുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.